ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. ഇന്നലെ വന്ന് എപ്പോഴാണ് കിടന്നുറങ്ങിയതെന്ന് ഒരു ഓർമ്മയില്ല. എണീറ്റപ്പോൾ നല്ല ലേറ്റായി. ഭാഗ്യവശാൽ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ദോശമാവ് രാത്രി തന്നെ അമ്മയെടുത്ത് പുറത്ത് വെച്ചിരുന്നു. കുക്കുവിനെ പഠിക്കാനായിട്ട് രാവിലെ 6:30 വിളിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അലാമൊക്കെ ഏതോ വഴിക്ക് പോയി. അമ്മയ്ക്ക് പിന്നെ അലാം ഒന്നും വേണ്ടല്ലോ. അമ്മ കൃത്യസമയത്ത് അവനെ വിളിച്ച് അവൻ്റെ പഠിക്കാനിരിപ്പുണ്ട്. കുക്കുവിനെ ട്യൂഷന് വിടാതിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ എക്സാം ഡേയ്സ്. രാവിലെ ഇവിടുത്തെ പണിയും നടക്കത്തില്ല, അവൻ്റെ കാര്യങ്ങളും നടക്കത്തില്ല. അവനോടിടയ്ക്ക് ചൂടാവേണ്ടി വരും. എന്നോട് തല്ലും പിടിച്ചായിരിക്കും അവൻ മിക്ക ദിവസവും എക്സാമിന് പോകുന്നത്. ഇപ്പം എന്തായാലും ആ ഒരു കാര്യത്തിൽ എന്തോ ഒരു റിലീഫാണെന്നറിയാവോ. പിന്നെ പ്രെഡിറ്റർ മിസ് അവനെ നല്ലപോലെ പഠിപ്പിച്ചാണ് വിടുന്നത്. എന്നും വെച്ച് എല്ലാത്തിനും ഫുൾ സ്കോറൊന്നും കിട്ടത്തില്ല. ഹിന്ദി, മലയാളം, മാത്സ് ഇത് മൂന്നും അവൻ എങ്ങനെയെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാനും അതിൽ മസിൽ പിടിക്കാൻ പോവാറില്ല. ഇഷ്ടമുള്ള സബ്ജക്റ്റ് നല്ലപോലെ പഠിക്കട്ടെ. കല്യാണത്തിന് ഞാനും അലനും മാത്രമേ പോകുന്നുള്ളൂ. അമ്മയും പിള്ളേരും ഇവിടെ കാണും. 12 മണിയാകുമ്പോഴേക്ക് രണ്ടുപേരും എക്സാം കഴിഞ്ഞ് വരും. അതാണ് ഞാൻ കുക്കറിൽ കുറച്ച് ചോറങ്ങ് വെച്ചത്. ഇനി ഒരു ചമ്മന്തി അരയ്ക്കണം. പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി ചപ്പാത്തിയും മുട്ട ചിക്കിയതുമായിരുന്നു ഇവിടെ എല്ലാവർക്കും. എനിക്കവിടെ മധുരം വെപ്പ് കഴിഞ്ഞിട്ട് ഇടിയപ്പവും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. ആ മുട്ട ചിക്കിയതിൻ്റെ ബാക്കി കുറച്ചധികം ഇരിപ്പുണ്ട്. കുറച്ച് മോര് കാച്ചിയതും ഉണ്ട്. ചമ്മന്തിയും മോരും മുട്ട ചിക്കിയതും ഒക്കെ മതി 3 പേർക്കും കഴിക്കാനായിട്ട്. ആലൻ കല്യാണത്തിന് വരും. ആലന് ക്ഷണം വരൻ്റെ പപ്പയുടേതാണ്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് 3 പേർക്കും കട്ടൻ ചായയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ സാധനം. മെഷീനൊന്നുമല്ല, തേങ്ങ തിരികുന്ന ചിരവ തന്നെയാണ്. പക്ഷേ ആ ലുക്ക് എനിക്ക് അങ്ങോട്ട് ബോധിച്ചു. കിച്ചണിൽ ഒരു പോപ്പ് ഓഫ് കളറൊക്കെ വരും. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഉണ്ട്. യെല്ലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അയൻ്റെതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, എന്നാൽ നല്ല ഹെവിയും അല്ല. ഇവിടെ ഒരു ചിരവ ഫിക്സ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഒന്നാമത് എനിക്ക് സ്ഥലമില്ല കിച്ചണിൽ. പിന്നെ അങ്ങനെ ക്ലട്ടേർഡ് ആക്കാനായിട്ട് ഉദ്ദേശവുമില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇന്നലത്തെ ക്ഷീണം എൻ്റെ നിപ്പിലും നടപ്പിലും ഒക്കെ കാണാനുണ്ട്. ചമ്മന്തി അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോറ് വാർത്തിട്ടു. ഇനി സാരി ഉടുക്കണം. അത് മറ്റൊരു വലിയ ചടങ്ങാണ്. ഞാൻ 1 സൈഡ് പ്ലീറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ പ്ലീറ്റൊക്കെ പതുക്കെ മിനിയാൻ്റെ അടുത്ത് പോയി റെഡിയാക്കി എടുക്കാം. മിനിയാൻ്റെ 11 മണിയാകുമ്പോൾ കടയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിൽ റെഡിയായി അങ്ങോട്ട് പോകണം. സ്ട്രെയിറ്റ്നർ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫ്രണ്ട് പ്ലീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നിലുവും സ്കൂളിൽ പോയി, കുക്കുവും പോയി. നിലുവിനെ തിങ്കളാഴ്ച തൊട്ട് വിടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതാണ് ഞാൻ ഉടുക്കുന്ന സാരി. പ്ലീറ്റ് ഇനി സെറ്റ് ചെയ്യാനുണ്ട്. അകത്ത് മിനിയാൻ്റെ ഡ്രസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കിടന്ന് കുസ്തി പിടിക്കേണ്ടെന്ന് കരുതി മിനിയാൻ്റെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി കയറിയെങ്കിരുന്നാൽ മതിയല്ലോ. ഞങ്ങളതേ അബിയും കണ്ണനും ഒക്കെ കൂടെ ബൊലേറോയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അണിഞ്ഞൊരുങ്ങി ചെന്നപ്പോൾ ആസ് യൂഷ്വൽ കെട്ട് കഴിഞ്ഞിരുന്നു. ബിസ്മി ആരാന്ന് കോമൻറ്റിൽ ചോദിച്ചിരുന്നു. ബിസ്മി ബിനോയുടെ പെങ്ങളാണ്. ബിനോയ് കണ്ണൻ്റെയും ലൂയിസിൻ്റെയും ഫ്രണ്ടാണ്. ചിലരൊക്കെ ലൈഫിൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും വേണ്ട അവർ നമുക്ക് പ്രിയപ്പെട്ടവരാകാനായിട്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഇവ മോളുടെ വക ഒരു ചെറിയ ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിച്ചു. അപ്പോൾ നാളെ കാണാം.